AR റഹ്മാനെ വരെ ഞെട്ടിച്ചൊരു കലാകാരൻ എന്റെ കൂടെ ഉണ്ട്. മനുഷ്യന്മാരാകുമ്പോ തെറ്റ് പറ്റും. പണ്ടൊക്കെ തെറ്റ് പറ്റിയത് തെറ്റായിട്ട് ഇങ്ങനെ കിടന്നു. അയ്യോ, ഇപ്പൊ നമ്മൾ ആ തെറ്റിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ മാറ്റി എന്തെങ്കിലുമൊക്കെ ആക്കും. വിനീതന്റെ സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീയാണ്. എന്റെ പടകാളി വായിച്ചിട്ടാണ് അവരുടെ സെറ്റിൽ ഒരു 5-6 വർഷം എന്നെ കൊണ്ട് പടകാളി വായിപ്പിച്ചിട്ടുണ്ടാവും. അവരൊന്ന് ഡൗൺ ആകുമ്പോൾ പടകാളി വായിപ്പിക്കും, എന്നിട്ട് അവര് ഓണായിട്ട് സെറ്റ്. അപ്പോഴാണ് പ്രണവേട്ടന്റെ വരവ്. ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് പെർഫോമൻസ് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ MG സാറോടൊപ്പം ഉള്ള സ്റ്റേജ് പെർഫോമൻസ് ആയിരിക്കും. അത് എനിക്ക് മുമ്പേ ഞാൻ ഉറപ്പിച്ചിട്ടാ പോയത്. എനിക്ക് ഞാൻ ഉറപ്പിച്ചു ഇത് പണി കിട്ടും ഉറപ്പാ. പക്ഷെ ചിലവരുണ്ട് കേട്ടോ അത് പണി തരാൻ വേണ്ടി തന്നെ പോകുന്നവര്. ഹരിശേട്ടൻ അങ്ങനെയല്ല. ഹരിശേട്ടൻ നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയേ പുള്ളി പാടുള്ളൂ. പുള്ളി പേടിപ്പിക്കൂല. ചിലവരുണ്ട് വന്നുവിടുന്ന ക്ലാസിക്കൽ കുറെ അവർക്ക് അവരുടെ അറിവുകള് നമ്മളിലേക്ക് അത് നല്ല രീതിക്കല്ല പകർന്നു തരാം, നമ്മളെ പേടിപ്പിക്കണം. കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശാപത ഒരുപാട് പേര് മ്യൂസിക് തന്നെ നിർത്തി പോകാൻ കാരണം ഈ ഡൊമിനൻസാ. അതാണ് മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസിനുള്ള ഒരു വിഷയവും കുറെ പേര് ഉയർന്നു വരാത്തിന്റെ പ്രശ്നം. എനിക്കൊരു 60 വയസ്സാവുമ്പോൾ ഇവന്റെ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പാടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രൗഡായിട്ട് പറയും. ഞങ്ങൾ രണ്ടുപേരും അടുപ്പിച്ചത് തന്നെ ഹാർമോണിയോത്സവം എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ഫോക്കസ് ചെയ്തിട്ടുള്ള വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. AR റഹ്മാനെ വരെ ഞെട്ടിച്ചൊരു കലാകാരൻ എന്റെ കൂടെ ഉണ്ട്. ആ ഞെട്ടിച്ച ഗാനം ഒന്ന് പഠിക്കും, എന്നിട്ട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും. അടിപൊളി. ഇവിടെ കൂടെ ഉള്ളത് ശരൺ അപ്പു ആണ്. വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അമൽ രാജും സിദ്ധാർത്ഥുമാണ് ബാക്കിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പടകാളി ഹാർമോണിയത്തിൽ വായിക്കുന്നത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. സാധാരണ കേട്ടിട്ടുള്ളതൊക്കെ പാടിയിട്ടൊക്കെ വൈറലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഹാർമോണിയത്തിൽ എങ്ങനെ ഈ പടകാളി ചെയ്യാൻ പറ്റുന്ന നീ ആദ്യം വിചാരിച്ചേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് ഹാർമോണിയത്തിൽ ഇതുവരെ വായിച്ചിട്ടില്ല. പടകാളി എന്ന് പറയുന്ന സാധനം. അപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരു വരമ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരു 2 years ബാക്ക് ആട്ടോ. അവിടെ എന്റെ ചേട്ടന്മാരനെ നടത്തുന്നത്, സ്വന്തമായിട്ടുള്ള ചേട്ടന്മാരല്ല, സ്വന്തം ചേട്ടന്മാരെ പോലുള്ള ആളുകൾ നടത്തുന്ന 3 ആളുകളാണ്. അവരുടെ ചിന്ത എന്നുള്ളതാണ് ഈ വരമ്പ്. അതിൽ ലാസ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത് പാട്ടിൻ്റെയാണ്. ഞങ്ങൾ 2-3 സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാട്ടിരുത്തത്തില് ഞാൻ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ചുമ്മാ ഒരു പാട്ട് വായിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ പടകാളി വായിച്ചതാ. അപ്പൊ അതേ സമയത്ത് അത്ര നേരം വീഡിയോ എടുക്കാത്ത ഒരു ചേട്ടൻ അതുൽ റഹ്മാൻ, ആ ചേട്ടനായിട്ട് എല്ലാ ക്രെഡിറ്റ്സും. ചേട്ടൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ എന്താ ഉറങ്ങിയപ്പോഴാണ് കണ്ടല്ലേ AR റഹ്മാൻ ഷെയർ ചെയ്തത്. ആ ആള് പറഞ്ഞിട്ടല്ലേ നീ അറിഞ്ഞത്? അതെ അതെ. കല്ലാണ്ട് കണ്ടിട്ടല്ല, എന്നെ വിളിച്ചു പറയുന്നത് നീ ജസ്റ്റ് ഒന്ന് സ്റ്റോറി എടുത്ത് നോക്കിയോ. ഈ സാധാരണ നമ്മൾ ഉണർന്നിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മള് ആ ഒരു രീതിയിൽ. ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ വിചാരിച്ചിട്ടുണ്ടോ ഇത് സ്വപ്നം എന്തെങ്കിലും? അല്ല, അത് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്താ പറയാ, അതൊരു പ്രത്യേക ഒരു ടൈമായിരുന്നു. നമുക്കതിനെ എങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്താണ് ആ സമയത്ത് ഫീലിംഗ്. സങ്കടമാണോ വിഷമാണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ശരൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം പെർഫോം ചെയ്തിട്ടുള്ളവർ. ആരുടെയൊക്കെ ഒപ്പം ലിസ്റ്റ് ഒന്ന് എടുത്തേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ MG ശ്രീകുമാർ സാറുടെ ഒപ്പം ഉണ്ട്, ശരത് സാറുടെ ഒപ്പം വേദി ഷെയർ ചെയ്യാൻ പറ്റി, ഹരിശങ്കരന്റെ ഒപ്പം പറ്റി, ഹരീഷ് രാമകൃഷ്ണൻ സാറുടെ ഒപ്പം പറ്റി, മധുഭൂഷണൻ ചേട്ടൻ്റെ ഒപ്പം പറ്റി, മൃദുല ചേച്ചി, അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ, അങ്ങനെ മോസ്റ്റ് ഓഫ് എല്ലാവർക്കും വായിക്കാൻ പറ്റി. പല ആൾക്കാരുടെയും പല പല എക്സ്പീരിയൻസസ് കിട്ടുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടടിച്ചു പോയിട്ട് നിന്നിട്ടുള്ള ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അത് ഹരിശങ്കരേട്ടൻ തന്നെ ആയിരിക്കും ഓഫ് കോഴ്സ്. കാരണം ഞാൻ ഇങ്ങനെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കോഴിക്കോട്, വലിയ ഹോർത്തൂസ് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഹരിശങ്കരേട്ടന് വരുന്ന കണ്ടു ഞാൻ. പിന്നെ പുള്ളീനെ അങ്ങോട്ട് ഞാൻ നോക്കിയില്ല, കാരണം എനിക്ക് പേടി. പെട്ടെന്ന് ഇനിയിപ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തോണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാണ്ട് ഇങ്ങോട്ട് ഇരുന്ന് വായിച്ചു. പുള്ളി ബാക്കിൽ വന്ന് തോണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. അത് നമ്മൾ സാധാരണ ഒരു ലിമിറ്റൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ വളരെ ഭവ്യതയോടെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാൻ വേണ്ടി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അയ്യോ പുള്ളി ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആള് പറയണത് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ. ആ പ്രോഗ്രാമിന്റെ എന്താ പറയാ ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഒരാളെ ആള് കണ്ടിട്ടേ ഇല്ല. അയ്യോ അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇത്രയും വളർന്നു വരുമ്പോ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതെ അതെ, അത്രയും വലിയൊരാള് എന്താ പറയാ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതൊക്കെ വലിയൊരു കാര്യം തന്നെ. നമുക്ക് ഒരു നിങ്ങളുടെ ആ ഒരു ടീമിന്റെ ആ പഞ്ച് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. പവർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഏതാ പാട്ട്? എന്തെന്നും വന്നില്ലോ എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എന്തെന്നും വന്നില്ല കേൾക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സജഷൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ വിട്ടുള്ളൂ. വായിക്കേ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കൈയും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു മജീഷ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് പാട്ട് കിട്ടിയാലും വായിക്കുന്നു. അങ്ങനെയല്ല, ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പാടാൻ പറ്റും കൂടെ? ഓക്കെ. ക്രോണിക് ബാച്ചിലർ സിനിമയിലെ സ്വയംവര ചന്ദ്രിക.
ഹാർമോണിയം ഒക്കെ വായിക്കുമ്പോഴേക്കും അതായത് കൊറേ ഫാൻ ഗേൾസ് ഉണ്ടാവുമല്ലോ, അതിന് അവിടെ നിന്ന് ചുമക്കുന്നു. പറ കേക്കട്ടെ, എന്നോട് മാത്രം പറഞ്ഞാൽ മതി, ആരും കേൾക്കില്ല. പറഞ്ഞോ, ആരെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവൻ കൊറേ കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഒളിക്കുന്നുണ്ട്, നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് ശരിക്കും. അല്ല അങ്ങനെയല്ല, അങ്ങനത്തെ ഇഷ്ടമല്ല, മീൻസ് പ്ലേയിങ് ഇഷ്ടം അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തോട്ട് ഏകദേശം ഒക്കെ മനസ്സിലാവും എന്തിലോട്ടാ പോകുന്നത്. സോ ഇപ്പോ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോണ്ടല്ലോ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വന്ന് വീഴാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ മറ്റേ സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴേക്കും ഒരുപാട് അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ് ലൈവ്. പക്ഷെ അതിന്റെ ഒരു സന്തോഷം, മീൻസ് സന്തോഷമല്ല കേട്ടോ, സന്തോഷം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം കാണുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് പ്രോഗ്രാം കാണുമ്പോ ഈ തെറ്റ് പറ്റുമ്പോ അവർക്കൊരു സമാധാനം ഉണ്ടാവും. കാരണം ഇത് ലൈവാ വായിക്കുന്നത്, ലൈവില് തെറ്റ് പറ്റും. പക്ഷെ ആ സത്യം പറഞ്ഞ മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമാണ്. കാരണം അവര് എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അത് തെറ്റ് പറ്റുക. എനിക്കൊക്കെ ഒരുപാട് ഫോൾട്ട് പറ്റുന്ന ആളാണ് ലൈവില് വായിക്കുമ്പോൾ. കാരണം അത് ലൈവാണ്, മനുഷ്യന്മാരാകുമ്പോൾ തെറ്റ് പറ്റും. പക്ഷെ ആ ചെറിയ ഇംപെർഫെക്ഷൻസ് ആണ് ഒരു പ്രോഗ്രാമിന് സത്യം പറഞ്ഞ് ഭംഗിയാക്കുക ചിലപ്പോ. പിന്നെ തെറ്റ് പണ്ടൊക്കെ തെറ്റ് പറ്റിയത് തെറ്റായിട്ട് ഇങ്ങനെ കിടന്നു, ഓ അയ്യോ, ഇപ്പൊ നമ്മൾ ആ തെറ്റിന് എങ്ങനെയെങ്കിലും ഇങ്ങനെ മാറ്റി എന്തെങ്കിലുമൊക്കെ ആക്കും. അതുപോലെ പക്ഷെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാമിന്റെ നമ്മുടെ പെരുമാറ്റം കൊണ്ടുണ്ടായ പ്രശ്നമല്ല, മീൻസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു പ്രോഗ്രാമിന് പോയേ, ഞാനൊരു ബാൻഡിനൊപ്പം പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കീബോർഡ് വായിക്കാം, നീ കേൾക്കണം കാര്യം, കീബോർഡ് വായിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ അവിടെ എനിക്ക് അവിടുത്തെ ആരെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട് ഒന്നും അറിയാം. ഞാൻ വേറൊരു ബാൻഡിന്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പോവാണ്, എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി പോകുന്ന. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമിന് കയറി ഇങ്ങനെ കീബോർഡിന് 2 ലെയർ കീബോർഡ്, എന്നേക്കാ ഹൈറ്റുള്ള, എനിക്ക് ഞാൻ ആ സ്റ്റാൻഡും കീബോർഡൊക്കെ പുതിയത് മേടിച്ച് അന്ന് പെർഫോം ചെയ്യാൻ കയറുക. അപ്പൊ ഇത്രയും എനിക്ക് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്. അപ്പൊ എനിക്ക് സ്റ്റേജിൽ അധികം കാണുന്നില്ല, അത്ര വലിയ കീബോർഡ് സെറ്റ് വെച്ചിട്ട്. നമ്മൾ മൈക്കിൽ സംസാരിക്കാൻ ആങ്കർ കൊടുക്കുന്ന ഒരു മൈക്കുണ്ട്, അതിന്റെ മോട്ടർ ഞങ്ങൾക്ക് കേൾക്കില്ല, എനിക്ക് കേൾക്കില്ല. ഇപ്പൊ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഞാനത് കണ്ടില്ല കേട്ടോ, ചേട്ടൻ അവിടെ വരുന്നുണ്ട്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്നിട്ട് അതിന് മുമ്പ് വേറൊരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ട്, ചിത്ര എന്ന് പറഞ്ഞിട്ട്, ചിത്ര ചേച്ചിയല്ല, അല്ലാണ്ട് അതുപോലെ ചേച്ചിയുണ്ട്. അവര് പാട്ട് പാടിയിട്ട് മൈക്കോടെ വെച്ചേ, ചേച്ചി വേറെ ആൾ ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്തോ പറയുന്നു. പക്ഷെ ഞാനത് കേൾക്കുന്നില്ല, ഞാൻ ഇവിടെ എൻ്റെ സൗണ്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു, ഞാൻ കീബോർഡ് ഓഫ് ആക്കിയിട്ട് ചേട്ടൻ പാടിക്കോ പറഞ്ഞു. അല്ല, അദ്ദേഹമായിരുന്നു പരിപാടിയുടെ ഓണർ. അപ്പൊ എന്നിട്ട് നിന്നൊന്നും പറഞ്ഞില്ല? അല്ല, ഞാൻ അതവിടെ ഇഷ്യൂ ആയി. പക്ഷെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നമ്മളോട് ഭയങ്കര ഹാർഷായിട്ട് അങ്ങോട്ട് നിർത്തി പറഞ്ഞു. പക്ഷെ എനിക്കത് കേൾക്കുന്നില്ല, പുള്ളി വർത്താനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്നിട്ട് എന്താണ് ഇങ്ങനെ കേറുന്നേ കണ്ടുള്ളൂ, പക്ഷെ വർത്താനം പറയുന്നൊന്നും അറിയില്ല. പുള്ളി പാടാൻ വന്നതാന്ന് വിചാരിച്ചു, പുള്ളി നമ്മളെ പറ്റി പറയാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അബദ്ധം പറ്റിട്ടോ. അത് പിന്നെ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോ തെറ്റിപ്പോയിട്ടുള്ള ഒരു എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? ഞാൻ തെറ്റിപ്പോയത് പറഞ്ഞ, നമ്മൾ ഇതിൽ സ്കെയിൽ ചേഞ്ചർ ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ നമ്മള് ചിലപ്പോ ശ്രുതിയൊക്കെ സീക്കോ, നിനക്ക് സിമ്പിൾ, നമുക്ക് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇങ്ങനെ റെയിൽ പോലെ ഹാർമോണിയത്തില് പുതിയ ഹാർമോണിയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ശ്രുതിയിൽ ഇങ്ങനെ വായിക്കണമെങ്കിൽ ചില നമുക്ക് ഈ ഷാർപ്പ് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ഷാർപ്പ് നോട്ട്സ് അത്ര കംഫർട്ടബിൾ അല്ല. ഞാനതിനെ സ്കെയിൽ ചേഞ്ച് ചെയ്ത് വായിക്കും. എന്നിട്ട് വേറെ ആള് വന്ന് പാടുമ്പോ അവരുടെ സ്കെയിൽ പറയും, ഞാൻ ഇത് മാറ്റാൻ മറന്നിട്ടുണ്ടാവും, കാര്യമായിട്ട് ഞാൻ വായിക്കും. അങ്ങനെ അപ്പൊ വേറെ മൊത്തത്തില് ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഹാർമോണിയം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് കൂട്ടുന്നത്. എല്ലാം ടഫാണ്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോഴേക്കും ഇപ്പം എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോ ഫസ്റ്റ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഗിറ്റാർ അല്ലെങ്കിൽ ഇപ്പോ പിയാനോ അങ്ങനെ എന്തെങ്കിലും കീബോർഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ തോന്നുള്ളൂ. എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്തത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മച്ചന്റെ ഒരു ഹാർമോണിയം വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിലോട്ട് അതിന്റെ ടോൺ ഡിഫറെന്റ് ആണെന്ന് തോന്നി. ആളുകള് ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ കുട്ടികൾക്ക് പാരന്റ്സ് പറഞ്ഞു കൊടുക്കാൻ അവരെങ്ങനെ വേഗം സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഷൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു തോട്ടിൽ പഠിക്കുന്നതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ പെർഫോം വയലിനോട്ട് മാത്രം പോകുന്നു. ഇതങ്ങനെ അതില് അങ്ങനെ കയറി പോകാൻ പറ്റില്ല എന്നുള്ള ഫീൽ കൊണ്ട് തോന്നൽ കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ എന്നെ ആരും അങ്ങനെ പുഷ് ചെയ്തില്ല. എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും എത്തിപ്പെടണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹാർമോണിയത്തിനെ അറിയാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ടോൺ ഡിഫറെന്റ് ആണ്, അതിനെയും സോളോ പെർഫോമൻസിലോട്ട് ഇറക്കാം. അങ്ങനെ വന്നപ്പോ ഹാർമോണിയം എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ കീബോർഡാ സത്യം പറഞ്ഞാൽ പഠിച്ച കീബോർഡാ. ഇപ്പൊ കുഞ്ഞിലെ ഇപ്പൊ ഹാർമോണിയം ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ ടഫ് ആണെന്നുള്ള രീതിയിൽ അത് വിട്ട് കളയാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇല്ല,
എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. തോന്നലില്ല. കാരണം ഇവിടെ കണ്ട് ശീലിച്ചോണ്ടാണ്. വീട്ടിലാരെങ്കിലും ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഹാർമോണി കുറച്ച് മീൻസ് അച്ഛന് പാടാൻ വേണ്ടിയിട്ടുള്ള ഹാർമോണി അറിയാം, കമ്പോസേഴ്സിന് യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ കണ്ട് കണ്ട് ശീലായി. പിന്നെ പ്രകാശ് ഉള്ളേരി എന്ന് പറയുന്ന ഒരു സാറുണ്ട്, ലെജൻഡ്. ആളുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. പിന്നെ എല്ലാവരുടെയും വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഹാർമോണിയത്തിലൂടെ ഇഷ്ടം കയറി വന്നതാണ്. ഇപ്പൊ നമ്മുടെ രാജാ സാറാണെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഹാർമോണിയാണ് എപ്പോഴും. എന്താ പറയാ, ഇപ്പൊ വിദ്യാജി ആണെങ്കിലും കമ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർമോണിയാണ്. പുതിയ എന്തെങ്കിലും കമ്പോസിഷൻസ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്? പിന്നെ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ പിന്നിൽ ഹാർമോണി ഉണ്ട്. അവര് ഇത് ചിലർ മാത്രമാണ് ഗിറ്റാർസ് യൂസ് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും അധികവും ഹാർമോണി. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും പുതിയ ന്യൂ ആയിട്ടുള്ള അനിരുദ്ധ ചേട്ടൻ വരെ ഹാർമോണി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ആൾക്കും ഹാർമോണിയത്തിനോട് ഒരു പ്രിയുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ പോവാണ്. വാടാ വാടാ പയ്യട്ടോ. അടിപൊളി. ഇനി എനിക്ക് ആ ഇല്ലുമിനാറ്റിയും കൂടെ ഒന്ന് കേൾക്കാം. ഇതൊന്നും പ്രതീക്ഷിക്കണില്ല ആരും. ഈ നമ്മൾ ഈ ഓരോ സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പല പല എക്സ്പീരിയൻസ് ആണല്ലോ. നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് പെർഫോമൻസ് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ MG സാറുടെ ഒപ്പമുള്ള സ്റ്റേജ് പെർഫോമൻസ് ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവരെയൊക്കെ നമ്മള് TV മാത്രം കാണുന്നു. നമ്മളൊരു പെട്ടെന്നാണ് നമ്മുടെ വളർച്ച, പെട്ടെന്ന് അങ്ങനെ മീൻസ് പ്രോഗ്രാമുകൾക്ക് അത്യാവശ്യം ആളുകളുടെ ഒപ്പൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ TV ഷോസിലോട്ടും അല്ലെങ്കിൽ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഒപ്പൊക്കെ അക്കമ്പനി ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ പെട്ടെന്ന് അവരെ കാണുക, അവരെ പെട്ടെന്ന് കണ്ടുമുട്ടുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുക, അവർ സാധാരണ മനുഷ്യരല്ലേ എന്നൊക്കെ ഉള്ളൊരു തോന്നും. നമ്മൾ വളരെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് വീടുണ്ട്, അപ്പോൾ പാലക്കാടാണെങ്കിൽ പാലക്കാടിന്റെ ഏതെങ്കിലും അറ്റത്തായിരിക്കും പ്രോഗ്രാം, അതല്ലാണ്ട് വേറെ നാട്ടിലോട്ടൊന്നും സഞ്ചരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ MG സാറിന്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ പടകാളി ഷെയർ ചെയ്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി. അപ്പൊ ആള് നിന്ന് പാടുന്ന പവർ, അപ്പൊ അതൊരു വേറൊരു കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ സന്തോഷം. അത് ഭയങ്കര. നമ്മളിപ്പോ MG സാർ നമുക്കൊരു കുറെ പ്രാവശ്യം നമ്മളിങ്ങനെ മനസ്സിനോട് ചോദിക്കും, അത് നമ്മളിപ്പോ അവിടെയാണ് നിന്ന് പാടുന്നത്, അദ്ദേഹത്തിന്റെ ഒപ്പമാണ് പാടുന്നത്. അതിങ്ങനെ ഭയങ്കര രസം. ഒരുപാട് പഠിക്കാനുണ്ടാവും. അയ്യോ, എല്ലായിടത്തും. അതിപ്പോ പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്നല്ല, ഇപ്പൊ വൈറലായ ആളുകളെന്നല്ല, ചിലപ്പോ വീടിന്റെ തൊട്ടപ്പുറത്ത് ചേണ്ടായിന്നായിരിക്കും. ഒരുപാട് പഠിക്കണ്ടാവും. നമ്മളിപ്പോ പ്രതീക്ഷിക്കാതെ എന്റെ പടകാളി വായിച്ചതിന് ഒരു തെറ്റ് കണ്ടുപിടിച്ചത് എന്റെ ചെറിയച്ഛനാ. അദ്ദേഹം മ്യൂസിക്കായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല, പാട്ട് പാടുന്നല്ലാണ്ട് പുള്ളിയാണത് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാൻ തിരുത്തി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാ പറയാ. ഈ വീഡിയോ കണ്ടിട്ട് തന്നെയല്ലേ? വീഡിയോ കണ്ടിട്ട് എന്താ പറയാ, വീട്ടുകാരുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാർ ഭയങ്കര ഹാപ്പിയില്ല. അവര് കണ്ട് ശീലിച്ചിട്ടുണ്ടാവും. പക്ഷെ സാറ് ഷെയർ ചെയ്തപ്പോ AR റഹ്മാൻ സാറ് ഷെയർ ചെയ്യുമ്പോഴേക്കും അത്രയും വലിയൊരു നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കണ്ട് ശീലിച്ചേക്കണോണ്ട് അത്ര ഇതുണ്ടാവില്ല, കണ്ട് ശീലിച്ചേക്കണോണ്ട്. പക്ഷെ പുറത്തെ ആളുകൾക്ക് കേൾക്കുമ്പോഴ ഇത്ര വെറൈറ്റി ആയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കൊന്നും സത്യം പറഞ്ഞ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന്റെ ഒരു ലെവല്. അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്ങനെയാണ് മീൻസ് ഇത് അവിടെ എത്തിയല്ലേ. അതൊക്കെ അവർക്കൊരു 2-3 ദിവസം കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു, അയ്യോ നീ അദ്ദേഹത്തിന്റെ ഒപ്പം വായിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് കുറച്ചേരം കഴിഞ്ഞിട്ടേ കത്തുള്ളൂ. കാരണം
ഇതൊന്നും അവർക്ക് സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല. അവർക്ക് മനസ്സിലാക്കാൻ തന്നെ കുറെ ദിവസം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഹരീഷേട്ടന്റെ ഒപ്പം ഒക്കെ പെർഫോം ചെയ്യുമ്പോഴേക്കും എന്താ പറയാ, ആള് ഒരുപാട് ഇംപ്രവൈസ് ചെയ്ത് പാടുന്ന ഒരാളാണ്. അപ്പൊ ആളുടെ കൂടെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? അത് എനിക്ക് മുമ്പേ ഞാൻ ഉറപ്പിച്ചിട്ടാ പോയത്. എനിക്ക് ഞാനിതൊക്കെ പ്രതീക്ഷിച്ചു. ഞാൻ ഉറപ്പിച്ചത് പണി കിട്ടും ഉറപ്പാ. പക്ഷെ ചിലവരുണ്ട് കേട്ടോ, അത് പണി തരാൻ വേണ്ടി തന്നെ പോകുന്നവര്. ഹരീഷേട്ടൻ അങ്ങനെയല്ല. ഹരീഷേട്ടൻ നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയേ പുള്ളി പാടുള്ളൂ. പുള്ളി എത്ര പാടിയും നമുക്ക് ഓക്കെ, നമുക്ക് കംഫർട്ട് ആയിരിക്കും. നമുക്ക് പുള്ളി പേടിപ്പിക്കൂല. ചിലവരുണ്ട് വന്ന ഉടനെ ക്ലാസിക്കൽ കുറെ അവർക്ക് അവരുടെ അറിവുകള് നമ്മളിലേക്ക് അത് നല്ല രീതിക്കല്ല പകർന്നു തരാം, നമ്മളെ പേടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ സംഭവമാണെന്നുള്ള ഒരു ഡൊമിനൻസ് ഇല്ലേ, ആ ഡൊമിനൻസ് ആണ് ഏറ്റവും ഈ കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശാപത. ഒരുപാട് പേര് മ്യൂസിക് തന്നെ നിർത്തി പോകാൻ കാരണം ഈ ഡൊമിനൻസാ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു പയ്യൻ ഹാർമോണിയം വായിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ സപ്പോർട്ട് ചെയ്യണം. അവൻ എങ്ങനെയാണ് അതിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാന്ന് നോക്കേണ്ടത് അല്ലേ. അതേസമയം ഞാൻ ഭയങ്കര ഡൊമിനേറ്റ്. അതാണ് മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസിനുള്ള ഒരു വിഷയവും കുറെ പേര് ഉയർന്നു വരാത്തിന്റെ പ്രശ്നം. ഇപ്പൊ എന്താ പറയാ, ശരൺ പാടൂ ചെറുതായിട്ട് മൂള്. ആ പാട്ടെടുത്തിട്ടാ പാടില്ല. താമസമെന്തേ വരുവാൻ പ്രാണസഖി നിന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുൻപിൽ, താമസമെന്തേ ഞാൻ പ്രേമമായി എന്റെ കണ്ണിൽ. വെള്ളിപ്പാട്ടായിരിക്കും. കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞിട്ടേ. ഇപ്പൊ നിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അച്ഛൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ എല്ലാ മോസ്റ്റ് ഓഫ് ദി മ്യൂസീഷ്യൻസും ഞാൻ ഇൻസ്പയർഡ് ആണ്. എല്ലാവരുടെയും ഞാൻ എല്ലാ ക്വാളിറ്റീസും എടുക്കാറുണ്ട്, എല്ലാം നല്ലതും. ഇപ്പൊ എന്താ പറയാ, ഒരുപാട് എന്താ പറയാ ഹാർമോണിയം ആർട്ടിസ്റ്റുകൾ ഒരുപാട് അതിനകത്ത് എന്താ പറയാ, ആരുടെങ്കിലും എന്തെങ്കിലും ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കത് ക്യാച്ച് ചെയ്ത് നമുക്കത് പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ. ആദ്യമൊക്കെ നീ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും? ഞാൻ പ്രകാശ് ഉള്ളേരി എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ട്, അച്ഛന്റെ ഒരു ഫ്രണ്ടുമാണ്, പിന്നെ എന്റെ ഗുരുവും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഓരോ ക്ലാസ് ഏറ്റവും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാവുന്ന അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ട് കേട്ടിട്ടാണ് ഞാൻ ഹാർമോണിയം ഇൻട്രസ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ പുള്ളീനെ നോക്കിയിട്ടാണ് പിന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ. പുള്ളിയായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ. പിന്നെ ഒരുപാട് പാകിസ്ഥാനി ആയിട്ടുള്ള ഹാർമോണിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഗംഭീര ഹാർമോണിസ്റ്റുകളാണ്. അങ്ങനെ അവരെയൊക്കെ നോക്കും. പിന്നെ ഹംസക്ക്, അങ്ങനെ കുറെ പേരുണ്ട് കേരളത്തില്. ഒരുപാട് ഹാർമോണിസ്റ്റ് ഉണ്ട്, ഒരുപാട് ഹാർമോണിസ്റ്റ് ചിലരൊന്നും അറിയുന്നില്ല. അവരുടെ ടാലന്റും ചിലരൊന്നും അറിയുന്നില്ല. അതിനാണ് അത് ചിലപ്പോ ഈഗോ ആയിരിക്കും. പിന്നെ കുറെ എന്താ പറയാ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും സോഷ്യൽ മീഡിയ മ്യൂസീഷ്യൻസിന് അവർക്ക് അറിയപ്പെടണമെന്നില്ല. അവരുടെ സത്യം പറഞ്ഞ സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അത് അവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചിലപ്പോൾ വീട്ടിലൊക്കെ പോയാലും ഞെട്ടിക്കുന്ന വായനയൊക്കെ വായിക്കാം. അപ്പൊ അവര് ആർക്കും ഒരു പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാമും ഞാൻ വീട്ടിലിരുന്ന് വായിക്കും. ഞാനൊരു ഫൺ ടാസ്ക് തരട്ടെ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഞാൻ ഒരു 3 സിറ്റുവേഷൻസ് പറയാം. ഇപ്പം സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ 3 സിറ്റുവേഷൻസ് തരാം. എന്റെ ഒരു എക്സ് കാമുകൻ, എന്റെ എക്സ് കാമുകൻ ആളെ ഞാനൊരു 7 വർഷത്തിന് ശേഷം ഞാൻ കാണുകയാണ് കേട്ടോ. എവിടെ വെച്ചെങ്കിലും ഞാൻ കാണുകയാണ്. അപ്പൊ ആ കാണുന്ന സമയത്ത് മൂപ്പരുടെ റിയാക്ഷൻ വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കണ്ണും ഇങ്ങനെ കോർത്ത് നിൽക്കുന്നു. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായോ? ഞങ്ങൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് എങ്ങനെ എനിക്കൊരു ഞാൻ ആലോചിക്കട്ടെ. മൂടൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത
എന്റെ കുഞ്ഞമ്മ മരിച്ചു. എന്തൊരു സിറ്റുവേഷൻ അത്. അത് പറ്റണ ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോ ഒരു പാട്ട് അല്ലേ പറ്റണ്ടേ? പക്ഷെ ചേച്ചിയുടെ കുഞ്ഞമ്മ, എനിക്ക് കുഞ്ഞമ്മ ഇല്ല, നീ ധൈര്യമായിട്ട് വെച്ചോ. സിമ്പിൾ ആയിട്ടാ മരിച്ചതാ. അടുത്തൊരു സിറ്റുവേഷൻ, ചതി. സമാധാനമായിട്ട് ചതിച്ചത്. സമാധാനമായിട്ട് ഇത്തിരി സമാധാനം ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ചതിയല്ല. 3 സിറ്റുവേഷനും ഒരു പ്രത്യേക സിറ്റുവേഷൻ അല്ലേ? അങ്ങനത്തെ ഞാൻ തപ്പി എടുത്തിട്ട് വന്നാ. നീയല്ലേ വെറൈറ്റി ഇന്റർവ്യൂ വേണം, വെറൈറ്റി ഇന്റർവ്യൂ വേണം പറഞ്ഞത്. അപ്പൊ സഹിച്ചോ? ഓക്കെ. ശരിക്കും ഇനി ആരുടെ ഒപ്പം പെർഫോം ചെയ്യണം എന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം? ഒരുപാട് പേരായിട്ട് പെർഫോം ചെയ്യാം. ഒരുപാട് പേരായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി ആരായിട്ട്? റഹ്മാൻ സാറിന്റെ പെർഫോം ചെയ്യാൻ സാറിനെ കാണാൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ വളരെ പിന്നിലോട്ടാ. വേറെ ഒന്നും വേണ്ടില്ല. പുള്ളിയുടെ ഒരു ചെറിയ ഷെയർ കൊണ്ട് തന്നെ എന്നെ എത്രയും ലൈഫ് എത്തിച്ചു. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് നീ കാണണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് അതൊരു മോശമാവും എന്നൊക്കെ എനിക്കൊരു ഇന്നർ തോട്ട്. സോ ഞാൻ അതിന് വേണ്ടിട്ട് എടുത്തില്ല. പുള്ളി സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യ. അത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല റഹ്മാൻ സാർ. അപ്പൊ അത് ചെയ്ത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ഇനിയും ഞാൻ അതില് അങ്ങോട്ട് ചോദിക്കുന്ന എന്റെ ഒരു അത്യാർത്ഥി പോലെ. ഈ പടകാളി ആ ഒരു സോങ് ശരിക്കും AR റഹ്മാൻ ചെയ്തതാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. എല്ലാരും ചോദിക്കുന്നത് സാറ് ചെയ്തതാണോ എന്നുള്ളത്. ആളുടെ ജോണറേ വേറൊരു ടൈപ്പിലുള്ളതാ. പക്ഷെ എന്താണ് ആള് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ആളുടെ സോങ്സ് ഒക്കെ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ടോ? യെസ്. ഞാൻ റഹ്മാൻ സാറുടെ മാത്രമല്ല, എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസർ വിദ്യാരാം മാഷ. എനിക്ക് വിദ്യാരാം മാഷിന്റെ ഹാർമോണിയം വായിക്കും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ നഷ്ടസ്വർഗങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗീതം. അതെനിക്ക് വായിക്കാറില്ല. ഓക്കെ. എന്താണ് ഇപ്പം ഇഷ്ടമുള്ള ഒരു സോങ്, അതായത് ഒരുപാട് എന്താ പറയുക ടഫ് ആയിട്ടുള്ള ഒരു സോങ് ആണെന്നാ കുറെ നാളുകൾ എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു സോങ്? അത് മേരെ ഡോൾനാസുന്റെ ആ സ്വരങ്ങള്, എനിക്ക് സ്വരങ്ങളൊക്കെ കുറച്ച് റിമെമ്പർ ചെയ്യാൻ കുറച്ച് പാടല്ല. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് വായിക്കാം. ഓക്കെ. നമ്മൾ ഈ കലോത്സവങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തള്ളി പറഞ്ഞു വിടാറില്ലേ? അതായത് ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. അതായത് ഭയങ്കര പ്രഷർ ആയിരിക്കും. അതായത് ഫസ്റ്റ് മേടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവര് പഠിപ്പിക്കാൻ. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഒരുപാട് അറിവുണ്ടാവല്ലോ അങ്ങനത്തെ? ഞാൻ പറഞ്ഞുതരാട്ടോ അതിന്റെ ഒരു കാര്യം. ഈ പ്രാവശ്യം ഞാൻ കലോത്സവത്തിന് പോയപ്പോഴൊക്കെ ആ കുട്ടികൾക്കൊന്നും ഒരു താല്പര്യമില്ല. അവരുടെ താല്പര്യം വേറെയാ. അതിലേക്കൊന്നുമല്ല പാരന്റ്സ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് വേണം, പോയിന്റ്സ് വേണം, എങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നത്. ഭയങ്കര മോശമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അവർക്ക് ഫുട്ബോളാണോ ഇഷ്ടം, അല്ലെങ്കിൽ കുക്കിംഗ് ആണോ ഇഷ്ടം, അത് വളരെ നല്ല കാര്യം. അത് ചെയ്താൽ മതി. അവർക്ക് പറ്റാവുന്നതിൽ ബെറ്റർ ആക്കാം. എന്നോട് ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞ എന്നെ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. എനിക്ക് ഫുട്ബോൾ കാണാൻ ഇഷ്ടം, പക്ഷെ കളിക്കാൻ എനിക്ക് പറ്റൂല. സോ എനിക്ക് മ്യൂസിക് ആണ് പറ്റുന്നത്. ഞാൻ അതിലോട്ട് ഫോക്കസ് ചെയ്തു. ചിലർക്ക് ഫുട്ബോളാണ് ഏറ്റവും ഇഷ്ടം, അതിലോട്ട് ആളെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഇതെല്ലാത്തിലും കൂടിയും വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോ മറ്റേ മൃദംഗം ആള് ഇവിടെ വെച്ചിട്ട് ഇവിടെ വായിക്കേണ്ട സാധനം ഇവിടെയും ഇങ്ങനെ വായിച്ചവൻ മൊത്തം അത്
മൊത്തം അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവും, അതായത് ഈ കോമ്പറ്റീഷൻ ഐറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കും. കോമ്പറ്റീഷൻ പഠിച്ചിട്ടില്ല, അപ്പോഴാണ് മൃദംഗം കിട്ടുന്നത് തോന്നുന്നു. പാരന്റ്സ് വളരെ സപ്പോർട്ട്, വായിച്ചു നീ എന്താ വായിച്ചു മീൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇൻസ്ട്രുമെന്റിനെ അപമാനിക്കുന്നതാണോ അതോ ആ കുട്ടീനെ അവിടെ വെച്ച് അപമാനിക്കുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്യരുത്, അവർക്ക് എന്താ ഇഷ്ടമുള്ള അതിലോട്ടല്ലേ കൊണ്ട്. ശരിക്കും പാരന്റ്സ് ആണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉറപ്പായിട്ടും എന്റെ പാരന്റ് ഒന്നിലോട്ട് ശ്രദ്ധിച്ചില്ല. ഈ ഹാർമോണിയത്തിൽ എങ്ങനെയാണ് ഒരു നാടൻ പാട്ട് ഉണ്ടാവുക എന്നുള്ളത് അറിയാനൊരു ക്യൂരിയോസിറ്റി. വായിക്കാൻ പറ്റും? ഓ, നാടൻ പാട്ട് വായിക്കാം. നാടൻ പാട്ട് പോലെ ഒരു പാട്ട് വായിക്കാം. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത്. നാടൻ പാട്ട് ഇതിൽ പെടുമെന്ന് എനിക്കറിഞ്ഞു, പക്ഷെ ഈ ടൈപ്പ് ഫോക്ക് സോങ് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അടിപൊളി. നമ്മൾ ഈ ഫോക്ക് സോങ് ഒക്കെ നമ്മള് ഈ ഹാർമോണിയം എന്ന് പറയുമ്പോ കേൾക്കുമ്പോഴേ കുറച്ച് നൊസ്റ്റാൾജിയാണ്, അല്ലെങ്കിൽ ഗസൽ മൂഡൊക്കെയാണ്, ഹിന്ദുസ്ഥാനി മൂഡൊക്കെയാണ് വായിക്കുന്നത് കേട്ടിട്ടുള്ളത്. ഇനി ഗസൽ വായിച്ചാലോ? ഗസൽ പ്രേമികൾ ഒരുപാടുണ്ട് കേട്ടോ. അവര് എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്, മ്യൂസിക് പാടില്ല ആള്, പക്ഷെ ഗസൽ മൂഡുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കേൾക്കും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആളുടെ കയ്യില്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഗസലിനോട് അത്ര വലിയ ഇതില്ല, പക്ഷെ എനിക്ക് മെലഡി. അതെ, അപ്പൊ ആളിങ്ങനെ പറയും ചില ഗസലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് പഴയ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് പഠിച്ച ഗസല് ഇതാട്ടോ. സെറ്റ്. ഈ ഒരു പാട്ട് പാടിക്കാണ്ട് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളുകൾ തല്ലും. ഏത് പാട്ടാന്നറിയോ? ഒരു പുഷ്പം മാത്രമേ. ഞാനും കൂടെ ഇടയ്ക്ക് ഞാൻ ജോയിൻ ചെയ്യാം. ഓ, ഓക്കേ, റെഡി. പുഷ്പത്തിൻ തൽപ്പം ഞാൻ വിരിക്കാം. അടിപൊളി.
അടിപൊളി പാട്ടാണല്ലോ ഇത്. ഇപ്പോഴും കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. എന്തോ ഒരു മാജിക് ആ സോങ്ങിന്. അതെ 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 അതെ. ഇപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ഒക്കെ ഇരിക്കില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോ കുറെ ഇങ്ങനെ ഇതുപോലെ ജാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവല്ലോ. അങ്ങനെ ഒരു ചെയിൻ സോങ് നമുക്കങ്ങ് പാടിക്കോ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ശരിക്കും. എനിക്ക് ഇവിടെ നിർത്താൻ തോന്നണില്ല, പക്ഷെ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോഴേക്കും ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും? ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ലഹരി. ഇപ്പൊ 2K കിഡ്സിനൊക്കെ ഭയങ്കര അപമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാരും അങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ മൊത്തത്തില് റീൽസ് ഒക്കെ കണ്ടിട്ടല്ലേ 2K കിഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓടി ഒളിച്ച് മാറുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്താ പറയാ കൊലപാതകം അങ്ങനെയുള്ള സീൻസ് ഒക്കെ ഒരുപാട് വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മ്യൂസിക് ആണ് ലഹരി ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ 2K കിഡ്സും അങ്ങനെ അല്ലല്ലോ? അല്ല ശരിക്കും എല്ലാ 2K കിഡ്സിനെയും നമ്മൾ അടിച്ച് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റുകൾ വലിയ ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ പോവാൻ സാധ്യത കൂടുതലാണ്. കുറച്ചും കൂടി പെട്ടെന്ന് എല്ലാത്തിലോട്ടും അട്രാക്റ്റഡ് ആവുന്ന സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ കാരണം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് മ്യൂസിക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിലോട്ട് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് പിന്നീട് ഡ്രഗ്സിനോട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ അതിൽ സമയമില്ല. ഇതിൽ തന്നെ നമുക്ക് സമയമില്ല. നമ്മൾ ഇതിൽ അത് സമയമില്ല മീൻസ് അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇൻവോൾവ്ഡ് ആ. ഇത് നമുക്ക് എത്ര വായിച്ചാലും മതിയാവുന്നില്ല. ഈ മ്യൂസിക് തന്നെയാണ് ഞങ്ങളുടെ ലഹരി. ഇതും ലഹരിയായ ഭയങ്കര അബദ്ധമാണ്. ഞാൻ ചില ദിവസം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ സമയം പോകുന്ന അറിയില്ല, അങ്ങനെ ഇരുന്ന് പോകും. പക്ഷെ അത് ദോഷമില്ല, വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ ഡ്രഗ്സ് ഭയങ്കരമായിട്ട് ദോഷം ഉണ്ടാക്കും. പക്ഷെ അതുപോലെ ചില കുട്ടികൾ അവരുടെ ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഫുട്ബോളാണ് ഇഷ്ടം, അവർ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇപ്പം ചിലർക്ക് കുക്കിംഗ്, എനിക്ക് കുക്കിംഗ് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുക്കിങ്ങിലോട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഫാമിംഗ് ആണ്, കൃഷി ഇഷ്ടമുള്ളവർ അതിലോട്ട് കോൺസെൻട്രേറ്റ്, എന്താണ് അവർക്ക് ഇഷ്ടമുള്ള പാഷൻ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലോട്ട് അവർക്ക് വരാനുള്ള സമയവും സാധ്യതകളും കുറയും. കാരണം അവർ വേറെ ഒന്നിലും ഇൻവോൾവ്ഡ് ആണ്. ഇതല്ലാണ്ട് ഇരിക്കുന്ന ടൈമിൽ വളരെ
ബാക്കുമായിട്ട് മനസ്സിരിക്കുമ്പോൾ നമുക്ക് എന്തിലോട്ടെങ്കിലും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതില്ലാത്തോളം കാലം നിങ്ങൾക്കാണെങ്കിൽ ടൈമും ഇല്ല, അപ്പൊ അതിനകത്തേക്ക് ടെൻഡൻസി പോകാനായിട്ട് ഒരു ചാൻസ് ചാൻസും ഇല്ല. അല്ല ഇനിയിപ്പോ ഞങ്ങള് പോവാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരാൾ ആരെങ്കിലും തടുക്കും. അതുമല്ല 3 പേരും കൂടി ഒരുമിച്ച് ഒരിക്കലും പോവില്ല. ബേസിക് സപ്പോർട്ട് ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ പേരൻസ് തന്നെ ഇപ്പൊ മോസ്റ്റ്ലി പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളിലാണ് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. പേരൻസ് തന്നെ വീട്ടിലിരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നാണ് കുറെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അവര്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് വന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ അതിലേക്ക് പോവാതിരിക്കുന്നത്. ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതേ വീട്ടുകാരുടെ ഇഷ്യൂ കൊണ്ട് തന്നെ ആളുകൾ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ തണലില് ജീവിക്കുമ്പോണ്ടല്ലോ ഇവർക്ക് എന്താ ജീവിതം എന്ന് സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ചിലപ്പോൾ നേരത്തെ ഒറ്റപ്പെടും, അല്ലെങ്കിൽ അതിന് ശേഷം ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ജീവിക്കുന്നു പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഡ്രഗ്സ് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ എങ്ങനെ ജീവിക്കാം, നമ്മുടെ വീട്ടുകാരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പാഷൻ ഉയർത്തിക്കൊണ്ടുവരാം, നമുക്ക് എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം, അത് വെച്ച് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യും, ഇതൊക്കെ ചിന്തിക്കാനേ സമയം കാണുള്ളൂ. അത് എല്ലാവർക്കും കുറേ ടീനേജിലുള്ള ആളുകൾ അത് അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് ടെൻഷനായിരിക്കും അവർക്ക് ഭാവിനെ പറ്റിയത്. ആ സമയത്ത് എവിടെ ഡ്രഗ്സിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ അത് ഈ വീട്ടുകാരുടെ ഉള്ളിൽ ഇങ്ങനെ മീൻസ് അവരുടെ അണ്ടറിൽ പൈസയും ഭക്ഷണവും കഴിച്ചിരിക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ നിനക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു പേയ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഫസ്റ്റ് പ്രോഗ്രാമിന് കിട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻകം, ആ കിട്ടുന്ന ഒരു മൊമെന്റ് അത് വേറെ തന്നെ ഒരു സുഖല്ലേ? അയ്യോ, അത് ഇൻകം കിട്ടുന്നിട്ട് അത് വീട്ടില് ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ളൊരു സുഖമല്ലോ, അതൊരു അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഫസ്റ്റ് സാലറി കിട്ടുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖം, അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. അതുകൊണ്ടൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അടിപൊളി. ആ ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റ്, ആ ചായക്ക് ടേസ്റ്റ് അതിന് എന്തോ ഒരു സന്തോഷാ, ഭയങ്കര അടിപൊളിയായിരിക്കും. അതെ, ഇപ്പൊ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നതിലപ്പുറം വേറൊരു കണക്ഷനും കൂടെ ഉണ്ട്. അതും എ.ആർ. റഹ്മാൻ തന്നെയാണ്. എ.ആർ. റഹ്മാനാണ് ഞങ്ങള് ഞങ്ങള് രണ്ടുപേരും അടുപ്പിച്ചത് തന്നെ സീരിയസ്ലി. കാരണം ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തില് ജോയിൻ ആവുന്ന സമയത്താണ് നമ്മള് രണ്ടാള് കാണുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ അല്ലാണ്ട് ഫ്രണ്ട്സ് ആണെന്നാണ്. അല്ല, ഞങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആവുന്നത്. കാരണം സത്യം പറഞ്ഞൊരു ഒറ്റ എ റഹ്മാൻ ഷെയറിംഗ് കോഡ് കൂടി എല്ലാം മാറി എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരും. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും, അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഓരോ ചേഞ്ച്, ഓരോ ലൈഫൊക്കെ മാറി അതോടുകൂടി. അതെനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. എനിക്ക് അമലിന്റെ പേഴ്സണലി നമുക്ക് അറിയാന്നുണ്ടെങ്കിലും അതറിയില്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയത് എ.ആർ. റഹ്മാൻ സാർ കാരണമാണ്. ഞങ്ങൾ മ്യൂസിക് വഴി തന്നെയാണ് കണക്റ്റഡ് ആയത്. പിന്നെ അമലിന്റെ ഒരു പാട്ട്, അമലും അമ്മയായിട്ടുള്ള ഒരു സോങ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നമ്മള് നോക്കുമ്പോഴേക്കും അമ്മ കരയുന്നു. ആ ഒരു എന്താ പറയാ, പാട്ടിന് അത്ര ഭംഗിയായിരുന്നു അത് കാണാൻ. അമ്മ കരയുന്നുണ്ടല്ലോ കേട്ടോ, നീ പാടുന്നതാട്ടോ ഞാൻ പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഒരു സിംഗറാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് പാടാൻ പറ്റും? മാധവമാസത്തിൽ ആദ്യം മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീയതെ ഓമനെ നീയതെ അരികിൽ വന്നു ഇന്നലെ മയങ്ങും ഒരു മണിക്കേനാവിൻ്റെ പൊന്നിച്ചിടോടെ അടിപൊളി. എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കും? അങ്ങനെയല്ലേ പാടുന്നത്. ഇനി അടുത്ത ആളാട്ടോ, അടുത്ത ഞങ്ങളുടെ പ്രത്യേകത അറിയോ, ഞങ്ങള് 3 പേരും അവിടെ ഇപ്പൊ ഞാൻ സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പഠിക്കും,
ഇവന്റെ അടുത്ത് ഞാൻ പഠിക്കും, ഇവൻ എന്റെ അടുത്ത് പഠിക്കും, സിദ്ധുന്റെ അടുത്ത് പഠിക്കും, സിദ്ധു എന്റെ അടുത്ത് പഠിക്കും, ഇവന്റെ അടുത്ത് പഠിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് കണക്ട് ചെയ്ത് പഠിച്ചോണ്ട് ഞങ്ങൾക്ക് ഒരു സിംഗിള്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റോറി വരാനുള്ള ആളാണ്. അതുപോലെ പ്രത്യേകത വെച്ചാല് ഇപ്പൊ ഇന്നൊരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാല് നമുക്ക് വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പോവാ, ലിസ്റ്റ് ഇടുക, വരിക. നിങ്ങൾക്ക് ഒരു ബാൻഡ് പോലെ നിങ്ങൾ ഇല്ലേ, ഒരു ഹാർമോണിയം ബാൻഡ് ഇല്ലേ? ഹാർമോണിയം ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാൻഡാണ്. ഹാർമോണിയം ലീഡ് ചെയ്തിട്ടുള്ള ബാൻഡ്. അങ്ങനത്തെ ബാൻഡ് ഇല്ല. നമുക്ക് കേൾക്കുമ്പോഴും ഒരു വെറൈറ്റി ഉണ്ട് അതിനകത്ത്. സാധാരണ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വോക്കലായിരിക്കും. അതെ വോക്കലായിരിക്കും കൂടുതലും ലീഡ് ചെയ്ത് കേട്ടില്ല. ഹാർമോണിയം ലീഡ് ചെയ്തൊരു ബാൻഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി. അത് ആ തോട്ടൊക്കെ എങ്ങനെ ഉണ്ടായത്? അതൊക്കെ എന്താ പറയാ, അതൊക്കെ കുറെ ഉണ്ടല്ലോ. ഒരുപാട് സിനിമകളിലൊക്കെ എന്താ പറയാ, ഞാൻ വർഷങ്ങൾക്ക് ശേഷം മൂവിയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അത് പറയ്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് അടിപൊളിയല്ലേ. അത് എന്റെ ലൈഫില് ആളുകളോടുള്ള എന്താ പറയാ, അവരിങ്ങനെ ആയിരിക്കും നമ്മൾ മുമ്പേ ധരിച്ചു വെക്കല്ലോ, അതൊക്കെ മാറ്റിക്കളഞ്ഞൊരു സിറ്റുവേഷനാണ്. അത് സെറ്റ് കയറുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. അവരെല്ലാരും ഭയങ്കര ഡൊമിനന്റ് ആയിരിക്കും, നമ്മളെ ഭയങ്കരമായിട്ട് അടക്കി അങ്ങനെ ഇരിക്കും. വിനീതന്റെ സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീയാ. മീൻസ് എല്ലാരും ഭയങ്കര കമ്പനിയാ. ആള് ലുങ്കിയൊക്കെ മുടക്കി കുത്തിയിട്ടുള്ള ഡാൻസും. എന്റെ പടകാളി വായിച്ചിട്ടാണ് അവരുടെ സെറ്റ് ഒരു 5-6 പ്രാവശ്യം എന്നെ കൊണ്ട് പടകാളി വായിപ്പിച്ചിട്ടുണ്ടാവും. അവരൊന്ന് ഡൗൺ ആകുമ്പോ പടകാളി വായിപ്പിക്കും, എന്നിട്ട് അവര് ഓണായിട്ട് സെറ്റ്. അപ്പോഴാണ് പ്രണവേട്ടന്റെ വരവ്. അപ്പുവേട്ടൻ, പ്രണവേട്ടനും ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. അതിങ്ങനെ വന്നിട്ട് ഹാർമോണിയത്തിലൊക്കെ നോക്കി ഓക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് മോഹൻലാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ? അതായത് ലാലേട്ടന്റെ മകനാണ്, നമുക്കൊരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ പഴയ ലാലേട്ടൻ നമുക്ക് മൂവിയിൽ കാണുമ്പോ എല്ലാവർക്കും തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് റിയൽ ലൈഫില് ആള് ചില സമയത്ത് മീൻസ് ഫേസ് സ്ട്രക്ചറിന്റെ കാര്യം എന്നല്ല പറയുന്നത്, ആള് കാണിക്കുന്ന ചില ജസ്റ്റേഴ്സ് നമുക്ക് പക്ക ലാലേട്ടനെടുക്കും. ചിലപ്പോൾ ഇങ്ങനെ തലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യും, ഇങ്ങനെ ചിരിക്കും. അപ്പൊ കറക്റ്റ് നമുക്ക് മനസ്സിലിങ്ങനെ പഴയ ലാലേട്ടൻ നമുക്ക് തന്നെ ഓർമ്മ വരും. അതൊരു ഭയങ്കര രസമാണ്. പിന്നെ പുള്ളി അതുപോലെ ഇതെങ്ങനെ മോനെ അങ്ങനെ അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ അപ്പൊ അയ്യോ മോനാണ്. ഇപ്പൊ ഇനി എന്തെങ്കിലും നിനക്ക് എന്താ പറയാ അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന വലിയൊരു ഡ്രീം എന്താ? എന്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് സത്യം പറഞ്ഞ ഒറ്റ ഡ്രീമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമോണിയായിട്ട് ലോകം ചുറ്റണം എന്നൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്, വളരെ സമാധാനപരമായിട്ടുള്ള, കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫ്. അതൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടമാണ്. അത് അതിനുള്ള വഴിയൊക്കെ വെട്ടി തുടങ്ങി. പിന്നെ സെറ്റാണല്ലോ. പിന്നെ ഇന്നലെയാണ് കാട് വെട്ടിയത്. ഇന്നലെ വെട്ടിയിട്ട് വന്നേയുള്ളൂ. ഇത് വൈൻഡപ്പ് ചെയ്യണമല്ലോ. വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സോങ്. അപ്പോ ശരൺ ഒരുപാട് താങ്ക് യു. അമൽ, സിദ്ധാർത്ഥ് ഒരുപാട് താങ്ക് യു. കാരണം കുറെ നാളായി ഇങ്ങനത്തെ ഒരു സെഷനൊക്കെ എൻജോയ് ചെയ്തിട്ട് പാട്ടൊക്കെ കേട്ട് കുറച്ചേരം ഇരിക്കാൻ പറ്റാന്ന് വെച്ചാൽ കുറച്ച് ഭാഗ്യം ചെയ്യണം അല്ലേ?
അപ്പോൾ ഇനിയും കാണാം ഒരുപാട് സ്റ്റേജൊക്കെ കീഴടക്കട്ടെ, ഒരുപാട് ആളുകളുടെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം. അപ്പോൾ താങ്ക് യു സോ മച്ച് അമൽ, സിദ്ധാർത്ഥ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.